മലയാളത്തിലെ സൂപ്പർ താരം മോഹൻലാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഫോണിൽ ക്ഷമ ചോദിച്ചു. എമ്പുരാൻ സിനിമയ്ക്കകത്ത് വന്ന സീനുകൾ തെറ്റായിപ്പോയി. അത് അൺകണ്ടീഷണൽ അപ്പോളജിയാണ് ചോദിച്ചിരിക്കുന്നത്. മലയാളവുമായിട്ട് ബന്ധപ്പെട്ടൊരു സംവിധായകൻ തന്നെയാണ് ഇത് ഫോണിൽ ഈ കോൺവെർസേഷൻ അറേഞ്ച് ചെയ്ത് കൊടുത്തത്. കാരണം മോഹൻലാലും മോദിയുമായിട്ട് അന്യോന്യം നല്ല പരിചയമുണ്ട്. മോദി മോഹൻലാലിനെ വിളിക്കുന്ന മോഹൻലാൽ എന്നല്ല, മോഹൻ എന്നാണ്. ഇത്ര അറിയണമെന്നുണ്ടെങ്കിൽ സംഭവം ഞാൻ അറിഞ്ഞു. അതേപോലെ അമിത്ഷായോടും വിളിച്ച് മോഹൻലാലും അദ്ദേഹത്തിന്റെ ഭാര്യയും ക്ഷമ ചോദിച്ചു. തെറ്റുപറ്റിപ്പോയി, ഇനി അത് ആവർത്തിക്കില്ല. അതേപോലെ തന്നെ മോഹൻലാൽ റിക്വസ്റ്റ് ചെയ്തു, ഈ സെൻസർ ബോർഡ് അംഗങ്ങളെ ഇതിന്റെ പേരിൽ അവർക്കെതിരെ നടപടിയെടുക്കരുത്. കാരണം ഇവർക്ക് RSS BJP ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പൊ അതുമായിട്ട് അറിയാൻ സാധിച്ചത്, ഇതിന്റെ സെൻസറിങ് നടക്കുന്ന സമയത്ത് ഈ പൃഥ്വിരാജും അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററും കൂടെ നേരിട്ടാണ് ഈ സെൻസറിങ് സമയത്ത് പോയത്. ബേസിക്കലി സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുക എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇവര് ഈ സിനിമയുടെ സ്ക്രീനിങ് നടക്കുന്നു, സെൻസറിങ് നടക്കുന്ന സമയത്ത് ഇപ്പം സിനിമയെ നോക്കുവോ, സിനിമയിൽ പറയുന്ന കണ്ടന്റ് നോക്കുവോ, അതോ പൃഥ്വിരാജിനെ നോക്കുവോ? അത് ബേസിക്കലി അത് ഭയങ്കര ട്രാപ്പായി മാറിയതാണ്. ഇവർ രണ്ടുപേരും കൂടെ പോയിട്ട് ഇവരുടെ കോൺസെൻട്രേഷൻ മുഴുവനും മാറ്റുക. കാരണം അതിൻ്റെ പേരിലാണ് ഇത് ഈ പറയുന്ന പോലെ സ്ട്രിക്റ്റ് സെൻസറിങ്, ഈ സംഭവങ്ങളൊന്നും ഇല്ലാതെ കയറി അങ്ങ് പോയത്. ഇപ്പം അറിയാൻ സാധിച്ചത് മോഹൻലാലിനെ പൃഥ്വിരാജ് വിളിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹവും വിളിച്ച് ക്ഷമ ചോദിച്ചു. ഇവർ നിങ്ങൾ ഈ കാണുന്ന സംഭവമൊന്നുമല്ല. ഇവർക്കറിയാൻ നാളെ ഉണ്ടാകാൻ പോകുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. കാരണം സുപ്രീം കോടതി വരെ പോയ ഇഷ്യൂ, അവിടുന്നൊക്കെ ക്ലീൻ ചിറ്റ് കൊടുത്തത്. അപ്പൊ ഇതിനകത്ത് എങ്ങനെ ഇത് കയറി വന്നു എന്നതിനെ പറ്റിയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും പറയാം, ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല. ഇതിന്റെ കോൺട്രവേഴ്ഷ്യൽ പാർട്ട് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ഇവരെല്ലാവരും വിളിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ച് ക്ഷമ ചോദിച്ചു, BJPയുടെ നാഷണൽ പ്രസിഡന്റിനെ വിളിച്ച് ക്ഷമ ചോദിച്ചു, ഗുജറാത്ത് മുഖ്യമന്ത്രിയെ വിളിച്ച് ക്ഷമ ചോദിച്ചു, അമിത്ഷായെ വിളിച്ച് ക്ഷമ ചോദിച്ചു. തെറ്റുപറ്റിപ്പോയി, ഇനി സംഭവിക്കില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ നടക്കുന്ന സോഷ്യൽ മീഡിയ ഡിബേറ്റിലുള്ളവർക്ക് ഇപ്പം നമ്മുടെ മേജർ രവി എന്ന് പറയുന്ന ആള് നേരത്തെ പറഞ്ഞു എല്ലാവരും പോയി സിനിമ കാണണം. പെട്ടെന്ന് അയാൾ മാറ്റി പറഞ്ഞു. അയാളുടെ ക്രെഡിബിലിറ്റി എന്ന് ആലോചിച്ചു. ഇയാള് സിനിമയാണെന്ന് കണ്ടു, മറ്റുള്ളതാണ് കണ്ടത്. അത് സിനിമാ സംവിധായകനാണ്. അത് ഇന്ത്യൻ ആർമിയുടെ ഒരു VRS എടുത്ത ഒരു മേജറാണ്. അയാള് സ്പെഷ്യൽ SPGയിലായിരുന്നു. SPG അല്ല, NSGയിലായിരുന്നു. വളരെ ആലോചിച്ച് മാത്രം പ്രതികരിക്കുക. നിങ്ങളൊക്കെ സിനിമാക്കാരാണ്, ഞാൻ സിനിമാക്കാരനല്ല. പക്ഷെ ഇതിൻ്റെ അത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്, ഈ പൃഥ്വിരാജിന്റെ അമ്മ പറയുന്നു അവരെ അറിയത്തില്ല, ഇവരെ അറിയത്തില്ല, ഇവരൊക്കെ പോയി ക്ഷമ ചോദിച്ചു. അതാണ് ഈ ബാക്ക് ഡോർ ടോക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് രാജീവ് ചന്ദ്രശേഖറും ഈ പറയുന്ന ഡൽഹി ഇപ്പോഴത്തെ പോയി മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ബേസിക്കലി മോഹൻലാലിന് വേണ്ടി പോയേക്കാണ്. ക്ഷമ ചോദിച്ചു, ഇനിയും പ്രശ്നം ഉണ്ടാവത്തില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം പല ആൾക്കാരെ, കാരണം മെയിൻ ഇഷ്യൂ ആയി മാറി, ഇന്ത്യയിലെ നാഷണൽ ഇഷ്യൂ ആയി മാറി. കാരണം സുപ്രീം കോർട്ട് വരെ അതിനെപ്പോലും മുകളിൽ കടന്ന് തെറ്റായ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുത്ത് ഒരു കൺഫ്യൂസ്ഡ് ആക്കുക. ബേസിക്കലി അത് ഇന്ത്യയുടെ ഇമേജിനെ ഭയങ്കരമായിട്ട് ബാധിക്കുക. BBC-യുടെ ഒരു ഡോക്യുമെന്ററി, ഈ ഡോക്യുമെന്ററി ഞാൻ കണ്ടത്, അത് ഇന്ത്യയുടെ ഇമേജിനെ പക്ക ബാധിക്കുന്നത്. ഇപ്പൊ ഗ്ലോബലായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യ ഭരിക്കുന്നവർ ഒരു ഗ്ലോബൽ ഇമേജ് ഉണ്ടാക്കുമ്പോൾ വീണ്ടും പുറകോട്ട് തിരിച്ചടിക്കുക. യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ലാത്ത അന്നുണ്ടായി ഈ സംഭവം, അത് സത്യമാണ്. അതുണ്ടായതിന്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞു. അത് വീണ്ടും വലിച്ചു നീട്ടി വീണ്ടും പ്രശ്നമുണ്ടാക്കി അലമ്പാക്കുക. അത് മലയാളത്തിൽ ഈ പറയുന്ന നടന്മാരും അതിന്റെ പ്രൊഡ്യൂസർ ആണെങ്കിലും അതിൻ്റെ അകത്ത് ഒരന്വേഷണം ഉണ്ടാകും കൃത്യമായിട്ടും. ഇതിനകത്ത് ഇത്രമാത്രം പണം കൊടുത്തു എന്ന് പറയുന്ന ഒരു തമിഴ്നാട് ബേസ്ഡ് ആയിട്ട് ലൈക്ക് എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ, ഇയാൾ ബേസിക്കലി ശ്രീലങ്കൻകാരനാണെന്നാണ് പറയുന്നത്. അദ്ദേഹം ബ്രിട്ടനിലാണ് സെറ്റിൽഡ്.
ഇയാൾക്കാരാണ് പണം കൊടുത്തത്? ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഖത്തർ ഫണ്ടാണോ എന്നുള്ള സംശയം വരുന്നുണ്ട്. കാരണം അയാളുടെ മുമ്പിൽ ഇത് മുഴുവൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു അന്വേഷണം ഇടയ്ക്കൂടെ നടക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഇതേപോലൊരു കോൺസ്പിറസി ഇങ്ങനെ കയറി വന്ന് ഇതെല്ലാം കൂടെ അലമ്പാക്കുന്ന രീതിയിൽ ആരാണ് ഇതിൻ്റെ പുറയിൽ കളിച്ചത്? ഉറപ്പായിട്ടും ഇത് കോൺസ്പിറസി തിയറി ഉണ്ടായിരിക്കും, ഒരു വ്യക്തമായ നരേറ്റീവ് ഉണ്ടായിരിക്കും. അപ്പം അതിനെപ്പറ്റി അന്വേഷണം നടക്കുന്നുണ്ട്. ഈ ഗോകുലം ഗോപാലിനെ പറ്റി അന്വേഷണം നടക്കുന്നുണ്ട്. കാരണം ഇത് ഒരു സിനിമയേക്കാൾ ഉപരി ഒരു അജണ്ട, ഒരു ഫാബ്രിക്കേറ്റഡ് അജണ്ട, ഒരു തീവ്രവാദ അജണ്ടയ്ക്കകത്ത് ഇതിനകത്ത് ആരൊക്കെയാണ് ഭാഗങ്ങളായത്, അതിനെപ്പറ്റി അന്വേഷണമുണ്ട്. ഉറപ്പായിട്ട് അന്വേഷിക്കേണ്ട ആവശ്യമാണല്ലോ. കാരണം ഇതൊരു ഗ്ലോബൽ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പലതും സൃഷ്ടിക്കുന്നത്. BBC-ക്കകത്തുണ്ടായി, ആലോചിച്ച് നോക്കൂ. അൽ ജസീറ, അത് അവരുടെ അജണ്ടയുടെ ഭാഗമാണ്. ഖത്തറിന്റെ ഇസ്ലാമിക വഹാബിസം, സലഫിസം. അപ്പം ഈ അജണ്ടകളൊക്കെ അന്വേഷിച്ച് ഇന്ത്യയിൽ ഈ സംഭവം അജണ്ടകൾ കൊണ്ടുവരാൻ സമ്മതിക്കരുത് എന്നുള്ളത് തന്നെയാണ് നിങ്ങളെപ്പോലെ എൻ്റെ അഭിപ്രായം. നമ്മുടെ മീഡിയക്കകത്ത് ഖത്തർ ഫണ്ട് ശരിക്കും ഒഴുകുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന വസ്തുത, ഉറുദുഖാൻ വരെ ഫണ്ട് ചെയ്യുന്ന മീഡിയ ഉണ്ടല്ലോ കേരളത്തിൽ. അവരൊക്കെ അജണ്ട എന്തുവാ? ജനാധിപത്യമൊന്നുമല്ല, ഇസ്ലാമിക വൽക്കരണം തന്നെയാണ്. എങ്ങനെങ്കിലും മോദിയെയും ആ കൂട്ടർ ഇന്ത്യയുടെ പോക്ക് നശിപ്പിക്കുക, അതിന് ഇറങ്ങി തിരിച്ചതിൻ്റെ അകത്ത് മോഹൻലാലും പാർട്ടായി. നിങ്ങൾ പല ആൾക്കാരും പറയുന്നു മോഹൻലാലിൻ്റെ സ്ക്രിപ്റ്റ് അതൊക്കെ ചുമ്മാതാ. മോഹൻലാലും അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ സ്ക്രിപ്റ്റ് കണ്ടതാണ്. അവർ വ്യക്തമായ ധാരണയോടുകൂടി തന്നെയാണ് ഈ സിനിമ ചെയ്യുന്നത്. ചുമ്മാതെ ഇതൊക്കെ പറയുന്നത്. ഞാൻ അകത്തുനിന്ന് അറിഞ്ഞ ഈ സംഭവമാണ്. ഇവരൊക്കെ അറിഞ്ഞ് ഉണ്ടാക്കിയ സംഭവം. ഇപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇവരുടെ കയ്യിലല്ല ഇതൊന്നും. ഇത് പഴയ കേരളമല്ലെന്ന് ഇപ്പോഴാണ് പിടികിട്ടി. ഈ റിയാലിറ്റി ഉണ്ടല്ലോ, ഗ്രൗണ്ട് റിയാലിറ്റി ഏറ്റവും നല്ലത് തന്നെയാണ്. അതായത് തിരിച്ചറിവ്. അതായത് പഴയ മീഡിയ ഇങ്ങനെയുള്ള സംഭവം, ഇടതുപക്ഷ ബുദ്ധിജീവികൾ എല്ലാത്തിനും കാരണം ഇന്ത്യയുടെ ഇമേജ് നശിപ്പിക്കുക, വൃത്തികെട്ട സിനിമകൾ ഉണ്ടാക്കുക, ഇന്ത്യൻ ഫ്രീഡം ഓഫ് സ്പീച്ച്, പക്ഷെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുക, അതിന് അറുതി വന്നേ മതിയാകത്തുള്ളൂ. ഏതായാലും മോഹൻലാല് പ്രധാനമന്ത്രിയോടും അമിത്ഷായോടും അതേപോലെ ഗുജറാത്ത് ചീഫ് മിനിസ്റ്ററോടും BJP പ്രസിഡന്റിനോടും ക്ഷമ ചോദിച്ചത് അത് മലയാള സിനിമയ്ക്കകത്ത് കിട്ടിയ അടി തന്നെ. കാരണം ഇവിടെ പല സെക്ഷൽ അസോൾട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല ഇഷ്യൂ വന്നു കഴിഞ്ഞ് പല നടന്മാരും മുങ്ങിയതൊക്കെ എല്ലാവർക്കും അറിയാം. അതായത് ഇവന്മാരെ പൊളിച്ച് കാണിക്കേണ്ടത് ഈ സമൂഹത്തിൻ്റെ ആവശ്യം. ഞാൻ ഇവരെ മൈൻഡ് പോലും ചെയ്തില്ല. കാരണം യോഗ്യതയില്ലാത്തവന്മാർ നല്ല നടന്മാരൊക്കെ അണക്ക് സംഭവിച്ചു കൊടുക്കുക. പക്ഷെ ഇവർ ഈ പറയുന്ന ഈ മോഹൻലാൽ എന്ന് പറയുന്നത് നല്ല മനുഷ്യനാണ്. പക്ഷെ അയാളൊക്കെ ഇതിനകത്ത് ചാടിയതിൻ്റെ കാരണം എനിക്കറിയത്തില്ല. ഈ പണം ഒരു വലിയ ഘടകമാണെന്നാണ് തോന്നുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കുഴിയിൽ പോയി ചാടുന്നത്. ഏതായാലും ഒരു പാഠം കിട്ടിയത് നല്ലത് തന്നെ. എല്ലാവർക്കും അത് നല്ലതുപോലെ ഏറ്റിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്. അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിളാണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് ഇത് സംഭവിച്ചത്? മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്,
ഇപ്പം നല്ല കുറച്ച് ആൾക്കാർ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചയാളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി, നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.